ഗായ്സ്, ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകാൻ പോവാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത ഫ്രണ്ടായ സുരേഷ് ആനൻ്റെ ചേട്ടൻ്റെ മോളെ കല്യാണത്തിനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താ, പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തുണി എടുത്ത് എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ആഗ്രഹത്തോടു കൂടി ഒരു ട്രഡീഷണൽ ഡ്രസ്സ് തയ്പ്പിച്ചിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ അമ്മയും ഞാനും ചേച്ചിയും ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നിട്ട് ബസ് പിടിച്ച് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്നു. അപ്പം തന്നെ ബസ് വന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല സീനറിയൊക്കെ കണ്ടാണ് പോയത്. അമ്പൽക്കുളമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ്സിലെ യാത്രയ്ക്ക് ശേഷം ഒരു ഊബർ നമ്മൾ പിടിച്ചായിരുന്നു കിഴക്കേക്കോട്ടയിൽ നിന്ന്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി, അച്ഛൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, ഒരു ജ്യൂസ് കുടിച്ചു. നേരെ നമ്മൾ മണ്ഡപത്തിലേക്ക് പോയിട്ടോ. അവിടെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വ്യത്യസ്ത രീതിയിലായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു. നമ്മുടെ നിന്ന് നല്ലൊരു വ്യത്യാസമുണ്ട്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഒരു ഗ്രീൻ ഷർട്ട് ഇട്ടതാണ് നമ്മുടെ സുരേഷ് എന്ന് പറയുന്ന അച്ഛൻ്റെ ഫ്രണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുറേയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. കാരണം വ്യത്യാസമുണ്ട്, ഇങ്ങനെ ചടങ്ങ് ചെയ്യുന്നതിലും കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം തോന്നിയിരുന്നു. അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. ഇതിങ്ങനെയാണോ? പ്രത്യേകിച്ച് എനിക്കായിരുന്നു, ഞാൻ ഇതെങ്ങനെ വന്നു? കാരണം ഞാൻ ഇത്രയും നാൾ കണ്ടതുപോലെ അല്ലായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയൊക്കെ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ സുരേഷ് മാമൻ വന്നു. സുരേഷിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ കാര്യം പറഞ്ഞു. മാമന് നല്ല സന്തോഷത്തിലാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ മാമൻ്റെ കൂടെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള മാമൻ. കാരണം എപ്പോഴും ആ ഒരു മുഖത്ത് അങ്ങനെ ആ ഒരു ചിരി, നല്ലൊരു ഭംഗിയുള്ള ചിരിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വധു വന്നു, മണ്ഡപത്തിലേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പോയി. നല്ല ആഡംബര രീതിയിലുള്ള സദ്യയായിരുന്നു കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാളത്തേക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു സദ്യ കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ സദ്യയിൽ ചമ്മന്തിയൊക്കെ വയ്ക്കുന്നത് കണ്ടത്. അങ്ങനെ സുരമാമ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പായസം വന്നു, പായസം കുടിച്ചു. അപ്പോഴത്തേക്കും മാമൻ ഇങ്ങ് വന്നു കേട്ടോ നമ്മളോട് സംസാരിക്കാൻ. അടിപൊളി ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് മാമൻ പോയായിരുന്നു. അടിപൊളി ബോളിയായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് മഹാബോളി എന്നൊക്കെ കഴിക്കുമ്പോഴുള്ള ഒറ്റ ഒരു രുചിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം അച്ഛൻ്റെ അടുത്തൊരു ഫ്രണ്ടിനെയും കണ്ടു വീണ്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ അപർണ ചേച്ചിയും വിഷ്ണു ചേട്ടനെയും അമ്മു ചേച്ചിയൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഫോട്ടോ എടുത്തു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് സുരേഷ് മാമൻ വന്നു. എല്ലാവരുടെയും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ചിത്രാമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നടന്നു വന്നപ്പോൾ ആരാ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം. എന്താ ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോത്തൻകുളത്തേക്കുള്ളൊരു ബസ് കയറി. അങ്ങനെ ബസ് ഇറങ്ങി നടന്നു പോവാണ്. അങ്ങനെ ഗായ്സ് വീടെത്തി രണ്ടെണ്ണം കൂടി നമുക്കുണ്ട്. ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. വൈഭോഗമേ രാമ കല്യാണ വൈഭോ